തുർക്കി സന്ദർശിക്കാൻ ഒരുങ്ങി ഫ്രാൻസിസ് മാർപ്പാപ്പ. നിക്കിയ സൂനകദോസിന്റെ 1700-ാം വാർഷികത്തോടനുബന്ധിച്ച് 2025-ൽ തുർക്കി സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നതായി ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കി. വത്തിക്കാനിൽ നടന്ന പൗരസ്ത്യ ഓർത്തഡോക്സ് സഭാ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മാർപ്പാപ്പ തന്റെ ആഗ്രഹം വെളിപ്പെടുത്തിയത്. തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യൂമെനിക്കൽ പാത്രിയാർക്കിന്റെ സംഘം മാർപ്പാപ്പയുമായി കഴിഞ്ഞ ദിവസമാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്ന യാത്രയാണിതെന്ന് മാർപ്പാപ്പ വ്യക്തമാക്കി. എക്യൂമെനിക്കൽ പാത്രിയാർക്കേറ്റും ക്രൈസ്തവ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നുള്ള ഡിക്കസ്റ്ററിയും നിക്യ കൗൺസിലിന്റെ വാർഷികം എങ്ങനെ അനുസ്മരിക്കാമെന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയതിൽ താൻ സന്തുഷ്ടനാണെന്നും പാപ്പ പറഞ്ഞു. നിക്യ കൗൺസിൽ യോഗം ചേർന്ന സ്ഥലത്ത് വാർഷികം ആഘോഷിക്കാൻ തന്നെ ക്ഷണിച്ചതിന് കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യൂമെനിക്കൽ പാത്രിയാർക്ക് ബർത്തലോമിയോസിന് ഫ്രാൻസിസ് മാർപ്പാപ്പ നന്ദി പറഞ്ഞു. ക്രൈസ്തവ പാരമ്പര്യങ്ങൾ പേറുന്ന തുർക്കിയിൽ ഹഗിയ, സോഫിയ ഉൾപ്പെടെ നിരവധി ക്രൈസ്തവ ദേവാലയങ്ങളാണ് എർദോഗൻ ഗവൺമെന്റിന്റെ അനുവാദത്തോടെ മുസ്ലിം മോസ്കുകളാക്കി മാറ്റിയത്. തുർക്കിയുടെ ഈ നടപടിക്കെതിരെ ലോക ക്രൈസ്തവരുടെ ഇടയിൽ നിന്ന് വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നത്. 2025-ലെ മാർപ്പാപ്പയുടെ സന്ദർശനം തുർക്കിയിലെ വിശ്വാസികൾക്ക് വലിയ ആശ്വാസം പകരുമെന്നത് ഉറപ്പുള്ള കാര്യമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.